നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാൻ കത്തിനശിച്ചു. പുതുക്കാട് അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീയണച്ചത്. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ രാജിവെച്ചു. മണ്ണമ്പേട്ട പൂക്കോട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. കല്ലേറ്റുംകര കേരള ഫീഡ്സ് കമ്പനിയിലെ സംയുക്ത തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. ധർണയിൽ കമ്പനിയിലെ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പങ്കെടുത്തു. ചിമ്മനി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിനായി ഉന്നതതല തുടർ യോഗം തിരുവനന്തപുരത്ത് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ ചേംബറിൽ ചേർന്നു. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മണ്ണ് അറിവ് കാർഷിക വിജ്ഞാന സെമിനാർ മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാൻ കത്തിനശിച്ചു. വരാക്കര സ്വദേശി അന്തിക്കാടൻ ലിൻസന്റെ വാഹനമാണ് കത്തിനശിച്ചത്. പുതുക്കാട് അഗ്നിരക്ഷാ സേനയെത്തി തീയണച്ചു. ആർക്കും പരിക്കില്ല. ശനിയാഴ്ച രാവിലെ 9:30 സംഭവം. വാഹനത്തിൽ തീ പടരുന്നത് കണ്ടാണ് ലിൻസണും കൂടെയുണ്ടായിരുന്ന ആളും പുറത്തിറങ്ങിയത്. വാഹനങ്ങളിലുള്ള കുറച്ചു സാധനങ്ങൾ മാറ്റുകയും ചെയ്തു. അപ്പോഴേക്കും വാഹനത്തിൽ മുഴുവനായി തീ പടർന്നിരുന്നു. ഗ്യാസ് ലീക്കായതാണ് തീ പടരാനുള്ള കാരണമെന്ന് കാറുടമ പറഞ്ഞതായി അഗ്നിരക്ഷാ സേന അറിയിച്ചു. പുതുക്കാട് അഗ്നിരക്ഷാ നിലയം ഓഫീസർ മുനവർ ഉസ്മാന്റെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് സംഘമെത്തിയാണ് തീയണച്ചത്. അളഗപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ രാജിവെച്ചു. കോൺഗ്രസിലെ ധാരണ പ്രകാരമാണ് രാജി. കഴിഞ്ഞ 3.5 വർഷം അളഗപ്പനഗർ പഞ്ചായത്തിനെ നയിച്ചത് പ്രിൻസൺ തയ്യാലക്കലായിരുന്നു. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേർ എക്സൈസിന്റെ പിടിയിലായി. രാജേഷ്, യേശുദാസ്, പ്രദീപ്, ബിജു എന്നിവരാണ് പിടിയിലായത്. പട്ടിക്കാടിനടുത്ത ദേശീയപാതയിൽ വെച്ചാണ് സ്പിരിറ്റ് പിടികൂടിയത്. വാളയാർ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും കൂടി പിടികൂടിയത്. 2 വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. ഒരു വാഹനത്തിൽ സ്പിരിറ്റും രണ്ടാമത്തെ വാഹനം സ്പിരിറ്റ് വാഹനത്തിന് പൈലറ്റായി വന്ന വാഹനവുമാണ്. 4 പ്രതികളും പറവൂർ സ്വദേശികളാണ്. 47 കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിയത്. മണ്ണമ്പേട്ട പൂക്കോട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. എതിരെ വന്ന ലോറിക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ പോസ്റ്റ് ഒടിഞ്ഞു. കാവല്ലൂർ സ്വദേശി സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരുക്കില്ല. അപകടത്തെ തുടർന്ന് മേഖലയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. KSEB അധികൃതർ സ്ഥലത്തെത്തി. കല്ലേറ്റുംകര കേരള ഫീഡ്സ് കമ്പനിയിലെ സംയുക്ത തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. ധർണയിൽ കമ്പനിയിലെ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പങ്കെടുത്തു. KK ശിവൻകുട്ടി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ചു. കമ്പനിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഉൽപാദനവും വിതരണവും നടത്തുക, മാനേജ്മെന്റിന്റെ കമ്പനിയോടുള്ള അനാസ്ഥയും തൊഴിലാളികളോടുള്ള അവഗണനയും അവസാനിപ്പിക്കുക, കമ്പനിയിൽ തൊഴിലാളികൾക്ക് എഗ്രിമെന്റ് പ്രകാരമുള്ള തൊഴിൽ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മുൻവർഷത്തെക്കാളും ശമ്പളത്തിൽ 4/1 മാത്രം കിട്ടുന്ന അവസ്ഥയിൽ തൊഴിലാളികളെ ആത്മഹത്യയുടെ വക്കിലേക്ക് തള്ളിവിടുകയും ആനുകൂല്യങ്ങൾ നൽകാതെ വഞ്ചിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മാനേജ്മെന്റിന്റേതെന്നും തൊഴിലാളികൾ ആരോപിച്ചു. TV ഷാജു, AJ ജോസഫ്, KV വിനോദ്, PD ഷാജു, NV ബിജു, MD മേജോ, റോയ് കല്ലമ്പി, രഞ്ജിത്ത് വിജയൻ, KC ജ്യോതിഷ്, PK ജിജോ, KO സണ്ണി എന്നിവർ പ്രസംഗിച്ചു.
പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 10ാമത് ഞാറ്റുവേല മഹോത്സവം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക എക്സിബിഷനും സൗജന്യ വിത്ത് വിതരണവും കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം പ്രസിഡന്റ് R നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്തിൽ SSLC +2 UP LP പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ, പഞ്ചായത്തിലെ മികച്ച കുടുംബശ്രീ യൂണിറ്റ്, പഞ്ചായത്തിലെ മികച്ച കർഷകൻ, നാടൻപാട്ട് കലാകാരൻ MT ശിവരാമൻ, മികച്ച സഹകാരി നന്ദിക്കര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്സ് കുട്ടികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സഹകരണ വകുപ്പ് രജിസ്ട്രാർ ബ്ലിസൻ C ഡേവിസ് ഹരിത സഹകരണം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM പുഷ്പാകരൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT ശൈലജ, പഞ്ചായത്ത് അംഗം രാധാ വിശ്വംഭരൻ, കൃഷി ഓഫീസർ അമൃത, പഞ്ചായത്ത് അംഗം നന്ദിനി സതീശൻ, പറപ്പൂക്കര റൂറൽ ബാങ്ക് പ്രസിഡന്റ് PK പ്രസാദ്, ജോസ് J കാളൻ, സംഘം വൈസ് പ്രസിഡന്റ് MA ജോൺസൺ, സെക്രട്ടറി നിഷ ജയരാജ് എന്നിവർ സന്നിഹിതരായി. ഗവൺമെന്റ് വിളയിടങ്ങളെ അധിഷ്ഠിതമാക്കി കേവലം ഒരു വിളയ്ക്ക് വേണ്ടി വിളയിടം മാറ്റുന്നതിന് പകരം ആ വിളയിടത്തിൽ നമുക്ക് പരീക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാ കൃഷികളുടെയും ആലയമായി അതിനെ മാറ്റുമ്പോൾ ഏതെങ്കിലും ഒരു വിളയ്ക്കൊരു സീസണിൽ ഉണ്ടാകുന്ന വിധത്തിൽ ഏതെങ്കിലും ഒരു രോഗം ഉണ്ടായാൽ പോലും പൂർണ്ണമായി ബാങ്കിൽ നിന്ന് പണമെടുത്തുകൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകനെ അത് ബാധിക്കാത്ത വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് അതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. കാർഷിക മേഖല നമ്മുടെ രാജ്യത്ത് പല രീതിയിൽ തളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇപ്പം ഇന്നത്തെ ചില യൂട്യൂബിലൊക്കെ ചില വീഡിയോ കാണുമ്പോൾ നമുക്ക് പേടിയാവും. 10-20 വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള ഭക്ഷ്യ ദൗർബല്യം അനുഭവപ്പെടും എന്ന നിലയ്ക്കാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കാരണം കൃഷിക്കാർക്ക് എന്ന രീതിയിലല്ല കാര്യങ്ങൾ വന്നു ചേരുന്നത്. കൃഷിഭൂമി കോർപ്പറേറ്റുകളും വൻകിട സമ്പന്നരും വാങ്ങിക്കൂട്ടുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെയും പൊതുവിൽ മറ്റെല്ലാ സഹകരണ സ്ഥാപനങ്ങൾക്കും മാതൃകയാർന്ന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. ഈ വർഷവും പതിവ് തെറ്റാത്ത തരത്തിൽ ഞാറ്റുവേല ചന്തയും അതിനോടനുബന്ധിച്ച് നമ്മുടെ സമൂഹത്തിൽ നിരവധി നേട്ടങ്ങൾ കൈവരിച്ചവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനത്തിന് കൂടി നമ്മുടെ സംഘം നേതൃത്വം നൽകി. ഹരിതം സഹകരണം ഈ പ്രാവശ്യം അത് പ്ലാവിൻ തൈ നട്ടുകൊണ്ടാണ് സഹകരണ സംഘങ്ങളിലൂടെ കർഷകർക്ക് നൽകിക്കൊണ്ട് ഈ പരിപാടി നടത്തി വരുത്തുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ഞാറ്റുവേല ചന്ത നടത്തിയ ഈ സംഘത്തിൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ ഭരണസമിതി ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിനായി ഉന്നതതല തുടർ യോഗം തിരുവനന്തപുരത്ത് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ ചേംബറിൽ ചേർന്നു. കെ രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. 5 കോടി രൂപയുടെ പദ്ധതിയുടെ DPR സമർപ്പിക്കുന്നതിനും ആദ്യഘട്ടത്തിൽ 1 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി. 1ാം ഘട്ടത്തിൽ MLAയുടെ മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ നടക്കും. പഞ്ചായത്തിന്റെ ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതി ഉൾപ്പെടുത്തി ടൂറിസം വകുപ്പിൽ നിന്നും 50 ലക്ഷം രൂപയുടെ അടിസ്ഥാന ടൂറിസം സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. MLA ചെയർമാനായും PC വൈൽഡ് ലൈഫ് വാർഡൻ കൺവീനറായും ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഇക്കോ ടൂറിസം ഡയറക്ടർ, DD ടൂറിസം, SFDA തുടങ്ങിയവർ കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, ടൂറിസം അഡീഷണൽ സെക്രട്ടറി D ജഗദീഷ്, അശ്വിൻ P കുമാർ, KS ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ, ഇക്കോ ടൂറിസം ആൻഡ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഡയറക്ടർ സെബി വർഗീസ്, PC വൈൽഡ് ലൈഫ് വാർഡൻ PM പ്രഭു എന്നിവർ യോഗത്തിൽ സന്നിഹിതരായി. മണ്ണറിവ് കാർഷിക വിജ്ഞാപന സെമിനാർ മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി BB ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, മണ്ണ് പരിവേഷണം, മണ്ണ് സംരക്ഷണ വകുപ്പ്, മറ്റത്തൂർ കൃഷിഭവൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ, സോയിൽ സർവേ ഓഫീസർമാരായ MA സുധീർ ബാബു, KS ഹൃദ്യ, ജില്ലാ മണ്ണ് പരിവേഷണ ഓഫീസർ തോമസ് അനീഷ്, ജോൺസൺ, ബാങ്ക് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, കർഷകർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായി.
ഇത്തരത്തിലുള്ള നൃത്തകാധിഷ്ഠിത പദ്ധതികൾ നമ്മുടെ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുമെന്നതിൽ ഒരു സംശയമില്ല. അതിൻ്റെ ഭാഗമായി കാർഷിക കോളേജിലെ കുറച്ച് കുട്ടികളും അധ്യാപകരും നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ കർഷക സുഹൃത്തുക്കളും എല്ലാവരും നമ്മുടെ ഒരു നൃത്തക നടത്തമൊക്കെ നടത്തി നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക 14 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിടയാക്കിയ മധ്യവയസ്കന് 3 വർഷം തടവും 20,000 രൂപ പിഴയും ശിക്ഷ. കുന്നംകുളം കോടത്തൂർ വീട്ടിൽ 60 വയസ്സുള്ള ദിവാകരനെയാണ് കോടതി ശിക്ഷിച്ചത്. കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ് ലിഷയാണ് പ്രതിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. 2023 കേസിനാസ്പദമായ സംഭവം. കുട്ടി അമ്മ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും രാത്രി കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്ന സമയത്താണ് പ്രതി കുട്ടിയെ പീഡനത്തിന് ആക്കിയത്. യൂണിയൻ തൊഴിലാളിയായ പ്രതി കുട്ടിയെ ഇയാളുടെ സ്കൂട്ടറിൽ കയറ്റിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമം നടത്തുകയായിരുന്നു. കുന്നംകുളം പോലീസ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയ്, അഡ്വക്കേറ്റ് രഞ്ജിക ചന്ദ്രൻ, അഡ്വക്കേറ്റ് അശ്വതി എന്നിവർ ഹാജരായി. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ പ്രവേശനോത്സവമായ ദീക്ഷാരംഭ് സംഘടിപ്പിക്കുന്നു. ഈ വർഷം നടപ്പിലാക്കുന്ന FIUGPയുടെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളെ സ്വീകരിക്കുവാൻ വിപുലമായ പരിപാടികളാണ് കോളേജ് ഒരുക്കിയിരിക്കുന്നത്. ജൂലൈ 1 രാവിലെ 9:15 ആരംഭിക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ, സഹൃദയ കോളേജ് മാനേജർ മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തര, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിൻസിപ്പൽ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ ആൻഡോ വട്ടോലി എന്നിവർ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അഭിസംബോധന ചെയ്യും. സംസ്ഥാനതല FIUGP ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം ഉണ്ടായിരിക്കും. തുടർന്ന് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ പ്രവീൺ ചെറിയത്തിന്റെ പ്രഭാഷണവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2024 സാമ്പത്തിക വർഷത്തിലെ പൂഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള പഞ്ചായത്ത് തല ഉദ്ഘാടനം 16-ാം വാർഡിൽ നടന്നു. ചെണ്ടുമല്ലി തൈകളുടെ നടീൽ ഉദ്ഘാടനം മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനൽ ഉണ്ണികൃഷ്ണൻ, വാർഡംഗം MS സുമേഷ്, കൃഷി അസിസ്റ്റന്റ് ഓഫീസർ രജിത, കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ സന്നിഹിതരായി. കൃഷി നടത്തുക, അതോടൊപ്പം തന്നെ അതിൽ നിന്നും വരുമാനം കണ്ടെത്തുക എന്നുള്ളത് കൂടി തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഗ്രൂപ്പുകൾക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏറ്റവും ബൾക്കായിട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ആദ്യഘട്ടത്തിൽ നമ്മളിത് കൊടുത്തിട്ടുള്ളത്. അത് ഇവിടെ ഏറ്റവും നല്ല ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അതിന് കടമെടുക്കുകയും അതിന്റെയുള്ള മണ്ണൊരുക്കുകയും തൊഴിലാളികൾ വളരെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം. ചാലക്കുടി ഉപജില്ലാ സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ അണ്ടർ 17 ബോയ്സ് വിഭാഗത്തിൽ GNBHS കൊടകരയും അണ്ടർ 17 ഗേൾസ് വിഭാഗത്തിൽ GSS കൊടകരയും തിളങ്ങുന്ന ജയം കരസ്ഥമാക്കി. അണ്ടർ 14 ബോയ്സ് വിഭാഗത്തിൽ കാർമൽ സ്കൂൾ ചാലക്കുടി 1-ാം സ്ഥാനവും GNBHS കൊടകര 2-ാം സ്ഥാനവും നേടി. AEO നിഷ PB സമ്മാനദാനം നിർവഹിച്ചു. GNBHSS കൊടകര പ്രധാനാധ്യാപിക ജോബിൻ M തോമസ്, ചാലക്കുടി ഉപജില്ലാ സെക്രട്ടറി MJ ജോജു, സ്പോർട്സ് കോർഡിനേറ്റർ സജി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ്. കോഴിക്കോട് കെൽട്രോൺ നടത്തുന്ന 1 വർഷത്തെ മാധ്യമ പഠന ബിരുദാനന്തര ബിരുദ ഡിപ്ലോമയുടെ 2024-25 ബാച്ചിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. പ്രിന്റ്, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, ജേർണലിസം, ഡാറ്റ ജേർണലിസം, ആങ്കറിംഗ്, ന്യൂസ് ക്യാമറ, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിൽ പരിശീലനം ലഭിക്കും. ഉയർന്ന പ്രായപരിധി 30 വയസ്സ്. ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവർക്കും അപേക്ഷിക്കാം. ജൂലൈ 10-നകം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0495 2301 മറ്റൊരു നമ്പർ 9544958182. അപ്പർ പ്രൈമറി സ്കൂൾ ഹിന്ദി അധ്യാപക പരിശീലന യോഗ്യതയായ 2 വർഷത്തെ ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ അധ്യാപക കോഴ്സിന് അടൂർ സെന്ററിൽ അപേക്ഷ ക്ഷണിച്ചു.
50% മുകളിൽ മാർക്കോടുകൂടി ഹിന്ദിയിലുള്ള +2 ഹിന്ദി പ്രചാര സഭകളുടെ അംഗീകൃത ഹിന്ദി കോഴ്സുകളോ ഡിഗ്രിയോ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 17 മുതൽ 35 വയസ്സ് വരെയാണ്. പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക വിഭാഗക്കാർക്ക് സീറ്റ് സംവരണവും ഫീസ് ഇളവും ഉണ്ടാകും. ജൂലൈ 10-നകം പ്രിൻസിപ്പൽ ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്രം അടൂർ പത്തനംതിട്ട വിലാസത്തിൽ അപേക്ഷിക്കണം. ഫോൺ 0473 4296 മറ്റൊരു നമ്പർ 8547126028. കെൽട്രോണിൽ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 VHC എന്നിവയാണ് യോഗ്യത. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി പോസ്റ്റ് ഓഫീസ് റോഡിലുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ എത്തണം. ഫോൺ 0487 242900. മറ്റൊരു നമ്പർ 9846400091. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6625 രൂപയും പവന് 53,000 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. മണ്ണമ്പേട്ടയിൽ ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാൻ കത്തിനശിച്ചു. പുതുക്കാട് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീയണച്ചത്. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ രാജിവെച്ചു. മണ്ണമ്പേട്ട പൂക്കോട് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു. ശനിയാഴ്ച രാവിലെയായിരുന്നു അപകടം. കല്ലേറ്റുംകര കേരള ഫീഡ്സ് കമ്പനിയിലെ സംയുക്ത തൊഴിലാളികൾ പ്രതിഷേധ ധർണ നടത്തി. ധർണയിൽ കമ്പനിയിലെ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പങ്കെടുത്തു. ചിമ്മനി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കുന്നതിനായി ഉന്നതതല തുടർ യോഗം തിരുവനന്തപുരത്ത് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ ചേംബറിൽ ചേർന്നു. KK രാമേന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. മണ്ണ് അറിവ് കാർഷിക വിജ്ഞാന സെമിനാർ മട്ടത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.